അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡൽഹിയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ എല്ലാവരും കുളിച്ച് ഫ്രഷായി നല്ല ഉന്മേഷത്തിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് പാർലമെൻറ്റ്, രാജ്ഘട്ട്, പിന്നെ റെഡ് ഫോർട്ട്, അങ്ങനെ 2-3 സ്ഥലങ്ങൾ ഇന്ന് നമ്മുടെ ചാർട്ടിലുള്ളത്. അപ്പോൾ എല്ലാവരും ഫ്രഷായി താഴത്ത് വന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു ഹോട്ടലിൽ തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫ്രഷായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും പെട്ടെന്ന് നമ്മൾ ടൈമാണ് ഇങ്ങനെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റാണ്. നമ്മൾ എത്രത്തോളം ടൈം നമ്മൾ എടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് സ്ഥലങ്ങൾ കാണാൻ കഴിയും. അതെല്ലാം നമ്മൾ ടൈം കുറച്ച് ഇങ്ങനെ വേസ്റ്റായി പോകുന്നതിനനുസരിച്ചിട്ട് പല പിന്നെ സ്ഥലങ്ങൾ നമുക്ക് മിസ്സാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എല്ലപ്പോഴും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട മെയിനായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഒരു ഓപ്ഷൻ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഓപ്ഷൻ നോക്കിയിട്ടാണ് എടുത്തിട്ട് ഞാൻ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെലക്ട് ആക്കുന്നത്. അതിന് മാത്രം എൻ്റെ ഹസ്ബൻഡും എല്ലാവരും കൂടിയിട്ട് എന്നെ ട്രോളുന്നുണ്ട് കേട്ടോ, ഞാൻ എടുക്കുന്ന മെനു കണ്ടിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഹെൽത്തി വേ എന്തായാലും നോക്കാമല്ലോ, വെറുതെ എന്തിനാ വാരി വലിച്ച് മറ്റുള്ള ഫുഡ് കഴിക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡായാലും പിന്നെ ഫ്രൂട്ട്സൊക്കെ രാവിലെ കഴിക്കുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാവരും കഴിച്ച് നമ്മൾ ഈ റൂം വെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇനി പിന്നെ തിരിച്ച് ഇവിടത്തേക്കില്ല. അതുകൊണ്ട് തന്നെ ലഗേജും കാര്യങ്ങളെല്ലാം എടുത്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഡൽഹി സെക്കൻഡ് ഡേ ആണല്ലോ. ഇന്നത്തെ ഡൽഹിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രീം ജേണി ഞാൻ യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ, കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ജേണിയിലേക്ക് ഇന്നത്തെ വൈകുന്നേരമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൽഹിക്ക് 2 മുഖങ്ങളുണ്ട്. ഒന്ന് അതിസുന്ദരമായ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ല വൃത്തിയുള്ളൊരു ഡൽഹി. അതിനപ്പുറത്തേക്ക് ഒരു ഡൽഹി എന്ന് പറയുന്നത് തീരെ വൃത്തിഹീനമായ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഡൽഹിയും ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് കാണാൻ കഴിയും ഈ ഒരു പിന്നെ ദിവസത്തെ തന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് പാർലമെൻറ്റ് ഭവനും പിന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള, നമുക്ക് എന്താ പറയുക, എത്ര സമയം സ്പെൻഡ് ചെയ്താൽ മതിയാത്ത അത്രയും നല്ലൊരു ഡൽഹിയാണ് ഇതിവിടെ കാണാൻ കഴിയുന്നത്. രാഷ്ട്രപതി ഭവനിലേക്ക് നമുക്ക് ഉള്ളിൽ എൻട്രി ഒന്നുമില്ല. പക്ഷേ നമ്മൾ വെറുതെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സമയം ചുറ്റിപ്പറ്റി നടന്ന് പിന്നെ നമുക്ക് ഇവിടുന്ന് 750 മീറ്റർ നടന്നാൽ നമ്മുടെ പാർലമെൻറ്റിലേക്ക് എത്താം. അപ്പോൾ പാർലമെൻറ്റ് പഴയതും പുതിയതും ഏകദേശം അടുത്തടുത്തായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ നടക്കാൻ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. കാരണം നമുക്ക് നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടില്ല. നമുക്ക് ഈ വൃത്തി നല്ല ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല ഫീലായിട്ട് അങ്ങ് നടന്നു പോകുന്നുണ്ട്. നല്ലൊരു അത്യാവശ്യം കാറ്റും ഉണ്ടേനും. അപ്പോൾ ഇത് പണ്ട് നമ്മൾ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ നേരിട്ട് കാണുകയല്ലേ ചെയ്യുന്നത് പാർലമെൻറ്റ്. അപ്പോൾ അത് കാണുന്നൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ പണ്ടേ സ്കൂളിൽ നിന്ന് ചെറുതിലേ ഇങ്ങനെ ബുക്കിൽ കണ്ട് വളർന്നൊരു സാധനം ഇങ്ങനെ കൺകുളിർക്ക നേരിട്ട് കാണാൻ കഴിയാന്ന് പറയുന്നത് ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെയും നമുക്ക് ഒരു പരിധി വരെ പിന്നെ നടന്നു പോകാൻ ഉള്ളൂ. പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ല. അങ്ങനെ അതും ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇന്ത്യ ഗേറ്റ് ഉണ്ട്. അത് നമ്മൾ ഇന്നലത്തെ വ്ളോഗിലുണ്ട് അത് പോയത് നമ്മൾ. അത് കാരണം വൈകുന്നേരം പോകുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പോയത്. അങ്ങനെ പാർലമെൻറ്റ് പുതിയതും പഴയതും ഏകദേശം അടുത്തടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഓഫീസും കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു സംഭവം ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്ഘട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് ഓഗസ്റ്റ് 15 സ്കൂളിൽ പോയാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഭവമില്ലേ, അത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. അതിപ്പോൾ ഏതൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പോയി ആ പതാക ഉയർത്തുമ്പോൾ നമ്മൾ ഗാന്ധിജി ഇങ്ങനെ നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കൂല, നമുക്ക് അത്രയും സ്നേഹം തോന്നൂലേ ആ ഒരു സമയത്ത്. അല്ലാത്ത സമയത്ത് നമ്മൾ ഗാന്ധിജിയെ മറന്നാലോ, നമ്മൾ ഓഗസ്റ്റ് 15 അന്ന് ഓർക്കുന്ന ഒരു ഓർക്കലുണ്ടല്ലോ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഉണ്ടായൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അത്രയും നമ്മൾ ആദരവോടെ കാണുന്ന ആ ഒരു മനുഷ്യൻ്റെ ഈ ഒരു പിന്നെ അന്തി ഉറങ്ങുന്ന സ്ഥലം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമായിട്ട് അതും എനിക്ക് ഫീലായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ഡൽഹിയിൽ. ഇപ്പോൾ തീരെ ചൂടില്ലാണ്ടല്ല, നമ്മൾ നല്ലോണം വിയർക്കുന്നുണ്ട്, പിന്നെ നല്ലോണം നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ചില സമയത്ത് ചൂടെല്ലാം അങ്ങ് മറന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? റെഡ് ഫോർട്ടിലെത്തി നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ നിന്ന് ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ച് അങ്ങ് ഉള്ളിലേക്ക് കടക്കാനാകുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്ത് പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിൽ പോയി കുറേ സമയം ഇരുന്നതിന് ശേഷമാണ് തിരിച്ച് നമുക്ക് റെഡ് ഫോർട്ടിലേക്ക് വരാൻ കഴിയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡൊക്കെ നമ്മൾ ആ ബസ്സിൽ നിന്നാണ് കഴിച്ചത്.
ബിരിയാണി ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്തത്. സ്പെഷ്യൽ ബിരിയാണി ഡൽഹിയുടെ. ശരിക്കും പറഞ്ഞാൽ നല്ല മഴയായതുകൊണ്ട് തന്നെ, നല്ല ഇരുടുമായതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്ലാരിറ്റി ഇല്ല. പിന്നെ വെറുതെ എടുക്കണ്ടെന്നുള്ളതിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ മഴയൊക്കെ ചോർന്നതിന് ശേഷം നമ്മൾ റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പതിയെ അങ്ങനെ അങ്ങ് നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത് മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ചൊരു കോട്ടയാണ്. 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കോട്ട ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ കോട്ട കണ്ടിട്ട് അവിടെ നിന്ന് നടന്നിറങ്ങിയാൽ നമ്മൾ മുംതാസ് മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കുറേ നടക്കാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഇതിൻ്റെ കുറേ ചരിത്രങ്ങൾ നമ്മൾ കേട്ടാൽ അത്രയും അത്ഭുതപ്പെടുന്ന ഒരുപാട് ചരിത്രങ്ങളും കഥകളും ഒക്കെ ഇതിനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊരു ഗൈഡ് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ നടന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഫീൽ. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരാൾ കൂടെ നിന്നിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്നത് വിവരിച്ചിട്ട് അവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾക്കിങ്ങനെ ആകാംക്ഷയാവും. അത്രയും കാര്യങ്ങൾ മുഗൾ പിന്നെ രാജവംശത്തിൻ്റെ കഴിഞ്ഞ കഥകളും അവരുടെ ആ ഒരു ആർക്കിടെക്ചർ ഭംഗിയും ഒക്കെ ഇന്നും ആർക്കും അതിന് പകരം വെക്കാനൊന്നും ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അത്രത്തോളം പിന്നെ അവരുടെ ആ ഒരു കഴിവും കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും കാണുന്നു. അങ്ങനെ എല്ലാവരും നടന്ന് ഒരുപാട് തളർന്ന് പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കുറച്ച് സമയം ഇരുന്ന് വീണ്ടും അത്രയുണ്ട് ഈ ഒരു മ്യൂസിയം നടന്ന് കാണാനായിട്ട്. അങ്ങനെ മാക്സിമം കണ്ടു കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന്. കാരണം നമ്മളിന്ന് 2 ഓട്ടോയിലായിട്ടാണ് പിന്നെ നമ്മൾ കയറിയിട്ട് ജുമാ മസ്ജിദിലേക്ക്, ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ ദിവസം പോകാൻ പ്ലാൻ ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ടൈം മാനേജ്മെൻറ്റ് പ്രത്യേകമാണെന്നുള്ളത്. ഇന്നലത്തെ നമുക്ക് ടൈം കുറഞ്ഞു പോയതുകൊണ്ട് ഇന്നത്തേക്കാണ് ജുമാ മസ്ജിദ് നമ്മളെ ചാട്ടിൽ വന്നത്. അപ്പോൾ ഇതുവരെ ഷോർട്സൊക്കെ ഇട്ടിട്ട് നല്ല മൊഞ്ചായിട്ട് വന്ന ആൾക്കാരെല്ലാം ലുങ്കിയെല്ലാം എടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഇവരൊക്കെ മുണ്ടൊക്കെ എടുത്ത് നമ്മൾ ജുമാ മസ്ജിദ് വേഗം കാര്യങ്ങൾ കണ്ടു ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ വേഗം കണ്ട് പിന്നെ അത്രയും തിരക്കുള്ള സ്ഥലമാണ് ഈ ഒരു ജുമാ മസ്ജിദിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഭയങ്കര ക്രൗഡാണ് ഇവിടെ. ജുമാ മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഫുഡ് സ്ട്രീറ്റ് ഡൽഹിയുടെ, പിന്നെ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാം, മറ്റേ ചോർ ബസാർ, അതായത് കള്ളന്മാറ ബസാർ. അങ്ങനെയുണ്ട്, 2 ബസാർ നമുക്ക് കാണാൻ പറ്റും. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. എനിക്ക് അങ്ങനെ അത് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടി ഓട്ടോക്ക് ഇറങ്ങി ബസ് കയറി വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല തലവേദന. അപ്പോൾ ഗൈഡിനോട് നമ്മൾ പറഞ്ഞു നല്ലൊരു ചായ, ഡൽഹിയുടെ ആ ഒരു പിന്നെ ഒതൻറ്റിക്കായിട്ടുള്ള സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ നമ്മൾ പോകുന്ന വഴിയെ തന്നെ അതിനായിട്ടൊരു വഴി കണ്ടെത്തണ്ട, എന്നാൽ നമ്മൾ പോകുന്ന ആ ഒരു വഴിയിലുള്ള നല്ലൊരു ഒതൻറ്റിക്കായിട്ടുള്ള ഇങ്ങനെ സ്നാക്സൊക്കെ കിട്ടുന്ന നല്ലൊരു ചായക്കട. കാരണം കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, പക്ഷേ ചിലതൊന്നും നമുക്ക് പറ്റില്ല. ആ ഒരു സ്ഥലം ഏരിയയിൽ നിന്നൊന്നും കുടിക്കാനൊന്നും എല്ലാവരും കൂടെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത്രയും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പിന്നെ ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചായയും അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ നല്ല തലവേദന. ഈ ഒരു മൺകപ്പിലാണ് അവർ ചായ തരുന്നത്. ഈ ഒരു സ്നാക്സ് എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ള സ്നാക്കിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വൈകുന്നേരം നമുക്ക് എന്തായാലും എല്ലാവർക്കും ആ ഒരു ചായ കുടിച്ചുള്ള ഹാബിറ്റുള്ള ആൾക്കാരാണ് നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ള എല്ലാവരും. അങ്ങനെ ചായയും ഈ ഒരു ഇവരുടേതായ സ്വീറ്റ്സും പിന്നെ ഈ ഒരു സ്ട്രീറ്റ് ഫുഡ്, അങ്ങനത്തെ കുറച്ച് ചെറിയ ഫുഡ് ഉണ്ടല്ലോ ഡൽഹിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ കുഞ്ഞു സ്ട്രീറ്റ് ഫുഡ് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനായിട്ട്. പക്ഷെ അതൊക്കെ കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ ആസ്വദിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് വേറൊരു ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും എന്നുള്ള. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ 5 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നമുക്ക് വൃത്തിയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ബാത്റൂം എല്ലാം കാര്യങ്ങളെല്ലാം പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ സെർച്ചിങ്ങിലായി. പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് അത്യാവശ്യം വൃത്തിയുള്ളൊരു ബാത്റൂം കാര്യങ്ങളൊക്കെ കിട്ടേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ പിന്നെ വീണ്ടും ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ എന്താ പറയുക, ഇവിടെ സ്റ്റാർബക്സ് പിന്നെ അങ്ങനെ ബർഗർ കഫേ അങ്ങനെയെല്ലാം കുറച്ചുണ്ട്. പക്ഷേങ്കിൽ ഇവിടുത്തെ നല്ല ബാത്റൂമും കാര്യങ്ങളെല്ലാം നല്ല വൃത്തികളുണ്ട്. ഇവിടെ നമ്മളറിയാം അത്യാവശ്യം നമുക്ക് കഴിക്കാനൊന്നും വേണ്ട. അങ്ങനെ ഇവിടെ നിന്ന് പിന്നെ കുറച്ച് കുട്ടികൾക്ക് ബർഗറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത് നമ്മളൊന്ന് ബാത്റൂമിലെല്ലാം പോയി എല്ലാവരും ഒന്ന് ഫ്രഷായി. ഇനി തുടർച്ചയായ 5 മണിക്കൂർ യാത്രയാണ്.
പാന്നാണോ പാടി കഴിയണ്ടേ ഒരു ലൈന് പാട് നോക്കുന്നായിരിക്കും മഴയൊക്കെ ഇതിനകത്തൊക്കെ ഒന്നും പാടില്ല പെണ്ണ് പാടില്ല പാടില്ല എവിടെ ഇപ്പൊ ഉള്ള ഡൽഹിയിലാ വിട്ടരുത് പാടുന്നതിനിടയിൽ നിങ്ങൾ മറ്റേ ഹിന്ദിയിലോട്ട് കയറി അപ്പൊ ഇങ്ങനെ ഡോഗി ആ പാട്ട് ഔട്ട് ആവുന്നത് ഇങ്ങനെ പെരിയോടെ ഒരു വേർഡാണ് ഇപ്പൊ ഏതാ പാടേണ്ടത്? ഒരു എവിടെ നിർത്തിയ അപ്പോൾ നമ്മൾ ആഗ്രയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രീം ജേണിയുടെ തുടക്കമാണ് പിന്നെ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണിത്. ഏതൊരു ഹോട്ടലിൽ പോലും ആദ്യം ഞാൻ ചെക്ക് ചെയ്യുന്നത് അവിടുത്തെ ബാത്റൂം ആയിരിക്കും. ബാത്റൂമും റൂമും ഒക്കെ കണ്ട്
ഓക്കെ ആയാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആഗ്രയിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലും ഇതാ നല്ല വൃത്തിയുള്ളൊരു റൂമും പിന്നെ ബാത്റൂമും തന്നെയാണ് അവർ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ് കേട്ടോ. ഉറങ്ങാനും എല്ലാ കുട്ടികളും വേഗം ഉറങ്ങണം, രാവിലെ വേഗം എണീക്കണം എന്നുള്ള ഇതിൽ എല്ലാവരും അടിപൊളിയായിട്ട് റൂമിലേക്ക് പോയി ഉറങ്ങി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ.